ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയും ജാനകിയും കൂടി ജ്യൂസ് എടുക്കും കേട്ടോ. ആ സമയത്ത് ജലജയുടെ അടുത്ത് ചെന്നിട്ട് ജാനകി ചോദിക്കുക, ഈ ഫംഗ്ഷൻ എങ്ങനെയും കുളമാക്കണ്ടേ? ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, പിന്നെ വേണ്ടേ, ഇപ്പം നിൻ്റെ മരുമോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് ഫംഗ്ഷൻ നടത്തുന്നത്, എൻ്റെ ഇത് പിന്നെ പോട്ടേന്നേലും വെക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ജാനകി പറയുവാണ്, എങ്കിലേ ഞാനൊരു സൂപ്പർ ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഇത് ഒരു പൊടിയാണ്, ഇതാ ജ്യൂസിൽ കലക്കിയിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ജാനകിയോട് ജലജ ചോദിക്കുകയാണ്, ആർക്ക് കൊടുക്കണ്ടേ? നിൻ്റെ മരുമോക്ക് തന്നെ, അവളാണല്ലോ പ്രഗ്നൻ്റ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ കുറേ നേരം ചൊറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പരിപാടി അങ്ങ് അലമ്പി പൊക്കോളും, അങ്ങനെയെല്ലാം വീട്ടിൽ പൊക്കോളും എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അതിപ്പം അവൾക്കിത് കലക്കി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവൾ ചൊറിയുന്നുണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നുകയല്ലേ എന്ന് ചോദിക്കുമ്പം ജാനകി പറയാം, അത് നമ്മളും കുടിച്ചു, അബിയോടും കുടിച്ചിട്ട് ചൊറിയുന്ന പോലെ അങ്ങ് അഭിനയിക്കാൻ പറയാം, അതേ ഇപ്പം നടക്കുകയുള്ളൂ എന്ന് പറയും കേട്ടോ. അതെന്തായാലും നല്ല സൂപ്പർ ഐഡിയ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അവർ ജ്യൂസിലോട്ട് ആ പൊടിയെല്ലാം കലക്കുവാണ്. എന്നിട്ട് ആ ജ്യൂസും കൊണ്ട് നേരെ നവിയുടെ അബിയുടെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട് എല്ലാവരും മധുരം കൊടുക്കുവാണ് നവിക്ക്. മധുരമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ജ്യൂസും കൊണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ജലജ നവിയുടെ കയ്യിലോട്ട് ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കുക കേട്ടോ. എന്തോ തോന്നിയിട്ട് നവ്യ ആ ജ്യൂസ് നേരെ അബിക്ക് കൊടുക്കുവാണ്. അതേസമയം ജലജ ഇങ്ങനെ പണി പാളിയല്ലോ എന്നോർത്ത് ജാനകിയെ നോക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അടുത്ത ജ്യൂസ് മേടിച്ച് നവ്യം കുടിക്കുവാണ്. അബിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ജ്യൂസ് കുടിക്കാനും തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ജലജ ഇങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്, മണ്ടൻ പൊട്ടൻ, അവൻ എൻ്റെ മുഖത്തോട്ട് പോലും ഒന്നും നോക്കുന്നില്ലല്ലോ, ഇവൻ ഇത് തന്നെയാണോ തലവര? ഇതെല്ലാം കണ്ട് അനാമിക അന്തം വിട്ട് വാവിളിച്ചിരിക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി നവ്യയോട് പറയുന്നുണ്ട്, മോക്ക് ഞാനൊന്നും തരുന്നില്ലെന്നല്ലേ പരാതി, ഇത് മോക്കുള്ള എൻ്റെ വക സമ്മാനം എന്ന് പറഞ്ഞൊരു വലിയ മാല എടുത്തു കൊടുക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ജലജ ഇങ്ങനെ അന്തം വിട്ട് വിളിച്ച് നോക്കി നോക്കുക. അനാമിക ഇത് കണ്ടിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഉള്ളതെല്ലാം അനിയത്തിക്കും ചേച്ചിക്കും കൂടെ കൊടുക്കുക, ഇവിടെ ബാക്കിയുള്ളവന് 10 പൈസയുടെ ഒരു സാധനം കിട്ടിയിട്ടില്ല, എന്തൊരവസ്ഥയാണോ ഇത് എന്നോർത്ത് ആകെ വേദനിക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നവ്യ ആ മാലയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നയനെ ആ മാലയൊക്കെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. കഴുത്തേൽ അതൊക്കെ ഇട്ട് നോക്കിയിട്ട് നവ്യ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗ്ലാസ് അങ്ങ് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് അബിയാണെങ്കിൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചൊറിയുവാണ്. അപ്പോഴത്തേക്കും നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്തേ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ചൊറിച്ചിലൊട്ടും സഹിക്കാൻ പറ്റാതെ അബി പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടെ ഇരുന്ന് കാണിക്കുന്നേ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പോഴേക്കും ജയനും പറയുന്നുണ്ട്, നേരാണല്ലോ, നീ എന്തായിരുന്നു ചൊറിയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിൽ എന്ന് പറയാം. അപ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, ഇതുപോലത്തെ ഫംഗ്ഷൻ വരുമ്പോൾ അവന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അബി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി മുറിയിലോട്ട് പോകും കേട്ടോ ചൊറിഞ്ഞുകൊണ്ട്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഇതൊന്നുമല്ല, അവന് ഈ ഫംഗ്ഷൻ ഇരിക്കാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഓരോ കാരണം ഉണ്ടാക്കിയേക്കുന്ന, അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന് പറയാം കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നവ്യ ഇങ്ങനെ ചിന്തിക്കുവാണ്, ഇതെൻ്റെ അമ്മായിയമ്മ എനിക്ക് തന്ന ജ്യൂസായിരുന്നു, ഞാൻ അവന് കൊടുത്തു, അവനിപ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു പണി നടന്നിട്ടുണ്ടല്ലോ, എനിക്കിട്ട് വെച്ചതായിരിക്കും, പക്ഷെ കൊണ്ടത് മകനായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്നിങ്ങനെ അനിയും കുറ്റം പറയുന്ന നിൽക്കുമ്പോഴേക്കും ജാനകി നോക്കിയിട്ട് ജലജ പറയാണ്, അങ്ങനെയൊന്നുമല്ല, അബിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനിങ്ങനെ ചൊറിയത്തൊന്നുമില്ല, ഞാൻ എന്തായാലും ഒന്ന് കയറിപ്പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് കയറിപ്പോവാം കേട്ടോ മുറിയിലോട്ട് ചെന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോടാ, നിന്നോട് എന്തിനാ അവളുടെ കയ്യിൽ ജ്യൂസ് മേടിച്ച് കുടിച്ചേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അത് ഞാൻ അവളുടെ കയ്യിൽ മേടിച്ച് കുടിച്ചതാണോ, അവളെനിക്ക് തന്നതല്ലേ, അപ്പോൾ ഞാൻ പിന്നെ വേണ്ടെന്ന് പറയണമായിരുന്നു, ബാക്കിയെല്ലാം മധുര പലഹാരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം മേടിച്ചല്ലോ, അതുപോലെ തന്നെയല്ലേ ഇതും മേടിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ജാനകിയും അനാമികയും പറഞ്ഞിട്ട് നവ്യക്കെതിരെ പണി വെച്ച് ഉണ്ടാക്കിയതായിരുന്നു ആ ജ്യൂസിൽ, ഇത് നീ മേടിച്ച് കുടിച്ചു, ഇനി എന്തായാലും ഇരുന്ന് ചൊറിയ എന്ന് പറയും കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതിനോടൊന്നും നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ജാനകി മരുന്നും പിടിച്ചുകൊണ്ട് വന്നേ, എന്തായാലും ഇനി ഒച്ച വെച്ച് എല്ലാവരെയും അറിയിക്കാൻ പോകണ്ട, അമ്മ ഇരുന്ന് ചൊറിയാൻ നോക്കുമെന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞു കൊടുത്തിട്ട് പറയാം, നിൻ്റെ ഒരു തലവര, ഒരു കാരണവശാലും എന്തുണ്ടെങ്കിലും നിനക്ക് തന്നെ വന്ന് വീടുകളിലൂടെ ഇങ്ങനെ ഉള്ള അബദ്ധങ്ങൾ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയന അവിടെ നിൽക്കാൻ നേരത്ത് നയനയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ വരുവാണ് കേട്ടോ. ആദ്യമൊന്നും നയനത് അത്ര ശ്രദ്ധിക്കുന്നില്ല. അതേ സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് ആദർശൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, ഇതുപോലത്തെ 5-ാം മാസ ചടങ്ങ് ഇനി നിങ്ങൾക്കും വേണം കേട്ടോടെ മോനെ ആദർശേ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ആദർശൻ നയനെ ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നാണിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ
പെട്ടെന്ന് അനാമികയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ദേവയാനി അവർക്ക് മറ്റാർക്ക് സംശയം തോന്നുന്നുണ്ടല്ലോ എന്നോർത്ത് പറയുകയാണ്. ഇത് ആദർശനോടും നയനോടും മാത്രമല്ല നിങ്ങളോടും കൂടെയുള്ള കാര്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും അനാമികയുടെ മുഖമൊക്കെ ആകെ മാറുവാണ് കേട്ടോ. ഒരു ദേഷ്യപ്പെട്ട രൂപത്തിലാവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ പുറത്ത് ചെറിയൊരു വിഷമമുണ്ട്, എങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. അനിയാണെങ്കിൽ ആകെ ഒരുമാതിരി പുച്ഛം കാണിച്ച് നിൽക്കുകയും ചെയ്യുവാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഒന്നുമില്ല മുത്തശ്ശി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ഇല്ലാതെയൊന്നുമില്ലമ്മേ, എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. എൻ്റെ മരുമോൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന ആളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളിവിടെ വരാൻ പാടില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടും അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ശരിയായെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശിക്ക് ദേഷ്യം വരുവാണ്. മുത്തശ്ശി വരുന്നുണ്ട്, ഞാനും അദ്ദേഹവും വിളിച്ചിട്ടാണ് ഇവിടേക്ക് നന്ദു മോളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി മേലാ നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ സംസാരം ഉണ്ടാവാൻ പാടില്ല ജാനകി എന്ന് പറയും കേട്ടോ. ആ സമയത്ത് എനിക്ക് തീരെ വയ്യാണ്ടാവുകയാണ്, തല ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അവൾക്കെന്തോ വയ്യാന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, തല ചുറ്റുന്ന പോലെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിക്കൂടുവാണ്. അപ്പോഴേക്കും ആദർശ വയ്യ നയനെ കൊണ്ട് മുറി കിടത്തുവാണ് കേട്ടോ. ദേവയാനിക്കാണെങ്കിൽ ആകെ വിഷമമാവുകയാണ്. ആ സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട്, അവൾ അടുത്ത നമ്പർ ഇട്ടുകൊണ്ട് വന്നേക്കുന്നു, ഇനി തലകറക്കമായിരിക്കും അവളുടെ അടുത്ത ഐഡിയ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കഴിഞ്ഞ ആദർശം മുറി ചെന്ന് കഴിയുമ്പോഴേക്കും നയനോട് പറയുന്നുണ്ട്, നമുക്കെന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവാം, ഡോക്ടർ എന്തായാലും വൈകിട്ടേ വരുള്ളൂ, ഫാമിലി ഡോക്ടർ എന്താ ചെറിയ തിരക്കാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ആദർശേട്ടാ, ഇടയ്ക്ക് എനിക്കിങ്ങനെ വരാറുള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, BP കുറയുന്നതാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. എപ്പോഴും ആദർശം പറയുന്നുണ്ട്, എന്ന് വെച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ. ആ സമയത്ത് ദേവയാനി പൂജാമുറി പോവാണ് കേട്ടോ. എന്നിട്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അവൾക്ക് എന്തായിരിക്കുമോ പറ്റിയത്, എൻ്റെ മോൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞ് നേരെ വേറെ മുറിയിലോട്ട് ചെല്ലുവാണ്. മുറിയിലോട്ട് ചെന്നിട്ടൊരിക്കും ആദർശനോട് പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ നിനക്കായിരിക്കുമല്ലോ വിഷമം, അതുകൊണ്ട് എവിടെ ഹോസ്പിറ്റലിൽ എന്താണെന്ന് വെച്ചാൽ കൊണ്ട് കാണിക്കേ എന്നിങ്ങനെ പറഞ്ഞിട്ടൊരു ബാമ്പ് കൊടുക്കും കേട്ടോ. അതുവരെ ഇത് തലേ തൂത്തോ അവളുടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അമ്മയ്ക്ക് നിന്നോട് ചെറിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ പറയുന്നുണ്ട്, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആദർശേട്ടാ, നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അത് സാരമില്ല, അങ്ങനെയാണേലും അമ്മയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരുവാണ് ദേവയാനി. ആ സമയത്ത് എല്ലാവരും അവിടെ ബാക്കിയുള്ളവരും ഉണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി പറയുകയാണ്, നയനയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കനക ഇവിടെ 2 ദിവസം നിന്നു, ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മോനെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ആദർശമാണ് സങ്കടപ്പെടുന്നത്. അതുമാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവൾ പോയി കഴിഞ്ഞാൽ വിഷമമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ജലജയും ജാനകി ഇഷ്ടപ്പെടാത്ത രീതിയിൽ നോക്കും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം എന്താ, ആദർശ് ഒരു വലിയ വീടല്ലേ അവർക്ക് എടുത്തു കൊടുത്തേക്കുന്നത്, ഒരു കാര്യം ചെയ്യ്, ആദർശിനോട് അവളെ അവിടെ കൊണ്ടുവിടാൻ പറ, അവിടെ പോയി 1, 2, 3 ദിവസം നിന്നിട്ട് പയ്യെ വന്നാൽ മതിയല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് പെട്ടെന്ന് വിഷമം വരുവാണ്, മരുമോളെ പറഞ്ഞു വിടണല്ലോ എന്നോർത്ത്. അപ്പോഴേക്കും ഇങ്ങനെ ആകെ പതറുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, എനിക്കെൻ്റെ മരുമോളെ ഇഷ്ടമൊന്നുമല്ല, എന്ന് വെച്ച് ഞാനിപ്പം അച്ഛനും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും ചേട്ടനൊക്കെ പറയുന്നതിനാണ് വില കൂടുതൽ. അത് ഞാനതനുസരിക്കുന്നുണ്ട്, ഇവിടെയുള്ള ബാക്കി എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കനയ്ക്ക് 2 ദിവസം ഇവിടെ നിൽക്കാം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ നയനമോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, മോൾക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ കനകനെ ഞാനിവിടേക്ക് പറഞ്ഞു വിട്ടോളാം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നവ്യ ചോദിക്കുകയാണ്, എങ്കിൽ നന്ദൂർ 2 ദിവസം ഇവിടെ നിന്നുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകി പറയാണ്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ അറിയാമായിട്ട് ഇവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ, അത് എൻ്റെ മരുമോളെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണല്ലോ എന്ന് പറഞ്ഞ് നന്ദുവിനെ വെച്ച് ഓരോന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അനിയത്തിയെ ഒരിക്കലും കാണണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുക. ആ സമയത്ത് ജാനകിക്കൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുവാണ്. കഴിയുമ്പോഴേക്കും ദേവയാനി, ഞാനെന്തായാലും നിങ്ങൾ നയനെ കണ്ടിട്ടേ പോകുന്നുള്ളെങ്കിൽ അവളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിൽ ആദർശൻ്റെ മുറിയിലോട്ട് പോകും കേട്ടോ. പോകുന്ന സമയത്ത് അനാമികയുടെ അനിയുടെയും സംസാരം കേൾക്കുവാണ് മുറിയുടെ പുറത്തു നിന്ന്. അനാമിക പറയുന്നുണ്ട്, അവളെ കാണാൻ വേണ്ടി നീ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതായിരിക്കും, അവളുടെ ചേച്ചിയുടെ ഒരു അഭിനയം കണ്ടില്ല ആ സമയത്ത് തന്നെ, തല ഇറങ്ങിയേക്കുന്ന ഇവളിങ്ങനെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ലേ ഓരോന്ന് കാണിക്കുന്നത്, ആ വീട്ടിലുള്ളതെല്ലാം കള്ളക്കൂട്ടങ്ങളാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും അനി വരുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, എഴുതാപ്പുറം വായിക്കാനും പോരെന്ന് പറയുമ്പോഴേക്കും
അനാമിക ഇങ്ങനെ നിന്ന് തിളയ്ക്കുവാണ് കേട്ടോ. അനാമികയുടെ ഈ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് അനാമികയെ പറ്റി ഏകദേശം ഒരു ധാരണയാവുകയാണ് കേട്ടോ. അന്നേരം ഇത്രയും നാൾ ഇവളെയാണല്ലോ സ്നേഹിച്ചതെന്ന് ഓർത്ത് ആകെ വിഷമിച്ചേക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്